നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ ഇവിടെ ഈ കുട്ടിക്കാലത്തൊക്കെ രക്ഷകർത്താക്കൾ പറയും, പോയി കറങ്ങി നടന്ന് കളിച്ച് നടക്കാതെ പോയി ഒന്ന് പഠിക്കൂ, അല്ലെങ്കിൽ കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കളിച്ച് നടക്കാതെ പോയി ജോലിക്ക് പോകൂ എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ സ്പോർട്സ് കൗൺസിൽ, സ്പോർട്സ് താരങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സ്പോർട്സ് കൗൺസിലും അനുബന്ധ സംഘടനകളും ഈ രീതിയിലാണ് കായിക താരങ്ങളോട് പറയുന്നത്. ഈ സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് എന്താണ് സാർ അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, ഇന്ന് ഇത് കായിക സംഘടനകളുടെ ഒരു നിലപാടിനെക്കുറിച്ചും നിലവാരത്തെക്കുറിച്ചും ഒക്കെ ഞെട്ടിക്കുന്ന വിവരമാണ് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ വന്നിരിക്കുന്നത്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 11-ാം തീയതിയിലെ പത്രത്തിൽ വന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കിയാൽ ഞെട്ടിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഈ നമ്മുടെ കായിക രംഗം ഒന്നാന്തരം അഴിമതിയുടെ രംഗമാണ്. സുരേഷ് കൽമാടി കോമൺവെൽത്ത് ഗെയിംസ് നടത്തിയ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ആരോപണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെടുത്താൽ അതിനെക്കാട്ടി കഷ്ടമാണ്. അപ്പോൾ കോടികൾ ഇവിടെ മോഷ്ടിക്കാൻ പറ്റുന്ന ഇവിടെ മോഷ്ടിക്കും, ഡൽഹി മോഷ്ടിക്കാൻ പറ്റുന്ന ഡൽഹി മോഷ്ടിക്കും. ഒരു മോഷണത്തിൻ്റെ മേഖലയായി, അഴിമതിയുടെ മേഖലയായി, ചൂഷണത്തിൻ്റെ മേഖലയായി, പീഡനത്തിൻ്റെ മേഖലയായിട്ട് നമ്മുടെ കായിക രംഗം മാറിയിരിക്കുകയാണ്. കുറേ കാലം മുമ്പ് ഗുസ്തി താരങ്ങൾ കൊടുത്ത ഒരു പരാതിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ പരാതിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴേ അതിനകത്ത് രാഷ്ട്രീയം വന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ രാഷ്ട്രീയം, അഴിമതി, സ്ത്രീപീഡനം ഇതെല്ലാം അവിടെ കൂട്ടിക്കുഴച്ച് കിടക്കുന്ന രംഗമാണ് ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിയാൽ നമ്മുടെ കായിക രംഗം. ഇനി കേരളത്തിലേക്ക് ഇങ്ങോട്ട് എടുത്താൽ കേരളത്തിലെ സ്ഥിതി ഇതിനെക്കാട്ടി ദയനീയമാണ്. അതായത് നമുക്കൊരു കായിക മന്ത്രിയുണ്ട്, ഒരു സ്പോർട്സ് മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ താഴെയായിട്ട് ഒരു സ്പോർട്സ് കൗൺസിലുണ്ട്. ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ ചുമതലക്കാരെ നോമിനേറ്റ് ചെയ്യുന്നത് കേരള ഗവൺമെൻറ്റാണ്. മന്ത്രിയോട് ഇരിക്കുന്ന ക്യാബിനറ്റോ അല്ലെങ്കിൽ മന്ത്രിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെയും വേറൊരു മൂന്നാമതൊരു സംഘടനയുണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ്. ഇതാണ് മൂന്നാമത്തെ സംഘടന. മിനിസ്ട്രിയുമായിട്ടും സ്പോർട്സ് കൗൺസിലുമായിട്ടും ഈ ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സുമായിട്ടും യാതൊരു ഏകോപനവുമില്ല. തോന്നിയ പോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേരളത്തിലെ. ഇതെങ്ങനെയാണ് ഇത്തരം ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്? ആരൊക്കെയാണ് ഇതിൻ്റെയൊക്കെ മുകൾ തട്ടിൽ വരുന്നത്? അത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. കേരളം എനിക്ക് തോന്നുന്നു വളരെ മോശമായ കായിക രംഗത്തെ ഏറ്റവും മോശമായ സംസ്ഥാനങ്ങളിലൊന്നാണോ കേരളം എന്ന് എനിക്ക് സംശയം തോന്നുന്നു. എൻ്റെ കാരണം വെച്ചാൽ കേണൽ ഗോദവർമ്മ രാജ അദ്ദേഹമാണ് സ്പോർട്സ് കൗൺസിൽ സ്ഥാപിച്ചത്. വളരെ പ്രഗത്ഭന്മാരുന്ന സ്ഥലമാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ ചുമതലക്കാർ. ഇത് സ്പോർട്സ് കൗൺസിലിൻ്റെ ആരെന്ന് എനിക്കറിയില്ല, ഹരീഷൻ അറിയാമെന്ന് എനിക്ക് അറിയത്തുമില്ല. കാരണം നമ്മളതന്നെ ഇഗ്നോർ ചെയ്തു. കാരണം അറിയാം, അയോഗ്യന്മാർ, അവഗണിക്കപ്പെടേണ്ടവർ, അവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നമ്മളങ്ങ് അവഗണിക്കും. അത് അവരുടെ സ്വാധീനം ഉപയോഗിച്ച്, പണം ഉപയോഗിച്ചൊക്കെ ആയിരിക്കും അവർ വരുന്നത്. പക്ഷെ നമ്മൾ ഇത്തരം ആളുകളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. കേണൽ ഗോദവർമ്മ രാജയുടെ പേര് ഓർത്തിരുന്ന് എനിക്ക് പിന്നീട് കാര്യമായി ഓർക്കാൻ പേരുകളില്ല എന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ ആളുകൾ ഈ രംഗത്തേക്ക് വന്നില്ല എന്ന്. ഇടപെടലുകളില്ലാത്തതായിരിക്കും കാരണം. ഒരു വലിയ പരിധിവരെ ഇടപെടലുകളില്ലാത്ത സ്പോർട്സ് കൗൺസിൽ, ഒരു സംസ്ഥാന തലത്തിലൊരു സ്പോർട്സ് കൗൺസിലുണ്ട്. ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലുണ്ട്. ഈ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ കായിക സംഘടനകളുടെ അസോസിയേഷൻസ് ഉണ്ട്, കൊച്ചു അസോസിയേഷൻസ് ഉണ്ട്. ഫുട്ബോൾ ആയാലും ശരി, അതല്ലെങ്കിൽ ബാഡ്മിൻ്റൺ ആയാലും ശരി, ഷട്ടിൽ ബാഡ്മിൻ്റൺ ആയാലും ശരി, ഇങ്ങനെ പല സംഘടനകളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് കായിക സംഘടന എടുക്കുന്നത് ബാസ്കറ്റ് ബോൾ, ടെന്നീസ്, അതുപോലെ തന്നെ ഷട്ടിൽ ബാഡ്മിൻ്റൺ, ഇതിനെല്ലാം പ്രത്യേകം അസോസിയേഷൻസ് ഉണ്ട്. ഈ അസോസിയേഷനാണ് കായിക താരങ്ങളെ കണ്ടെത്തി പരിശീലനം കൊടുത്ത് നന്നായിട്ട് കൊണ്ടുവരേണ്ട സംഘടനകളാണ്. ഈ സംഘടനകളുടെയൊക്കെ തലപ്പത്ത് വരുന്നത് ഇവർ സ്പോർട്സ് താരങ്ങളായിരിക്കുമോ, അതോ മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടനകളോ ബിസിനസ്സുകാരോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ആരാണ് ഈ സംഘടനയുടെ മുകൾ തട്ടിൽ വരുന്നതിന് ഒരു മാനദണ്ഡം ഉണ്ടായിരിക്കും? അതെന്താണ്? അത് വളരെ വിചിത്രമാണ്. ആസ് എ ജേർണലിസ്റ്റ് ഹരീഷൻ തന്നെ ഇത് അന്വേഷിക്കാം. നമുക്ക് ഫുട്ബോളിനൊരു സംഘടനയുണ്ട്, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏത് താരമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അന്വേഷിച്ചറിയാം. അതല്ലെങ്കിൽ ഷട്ടിൽ ബാഡ്മിൻ്റൺ ഉണ്ട്, അതിൻ്റെ ആരാന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഇങ്ങനെ ഓരോന്നിനും ഓരോ സംഘടനകളുണ്ട്. ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നത് ഒന്നുകിൽ വലിയ വ്യവസായികൾ, അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ. ഇവർ വരുമ്പോൾ ഉണ്ടാകുന്ന ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് നോക്കണം. രാഷ്ട്രീയക്കാരൻ ഇവിടെ വരുന്നത് എന്തിനാണ്? തൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഈ സംഘടനയെ എങ്ങനെ ഉപയോഗിക്കാം എന്ന താല്പര്യത്തിലല്ലേ രാഷ്ട്രീയക്കാരൻ വരുന്നത്. ജനത്തിനെ സേവിക്കാൻ വരുന്നത് എത്ര ശതമാനം രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിലുണ്ട്? നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരിൽ 95% ആളുകളും രാഷ്ട്രീയ ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റിയവരാണ്. എന്തെങ്കിലും മോഷ്ടിക്കാൻ കിട്ടുമെങ്കിൽ അത് മോഷ്ടിച്ചുകൊണ്ട് പോകും, അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല. വ്യവസായി വരുമ്പോഴേ വ്യവസായിക്ക് വേറെ താല്പര്യം വരും. വ്യവസായി പണം മുടക്കി പണം ഉണ്ടാക്കുന്നവനാണ്. അപ്പോൾ സ്പോർട്സിൻ്റെ രംഗത്തേക്ക് വന്നാൽ ഇവിടെ പണം ഒരിടത്ത് മുടക്കിയാൽ പണം വേറെ എവിടെ എനിക്ക് കിട്ടും എന്നുള്ളതല്ലേ വ്യവസായി നോക്കുന്നത്.
അല്ല വേറെ കാര്യമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ സ്പോർട്സുമായി പുലബന്ധം പോലും ഇല്ലാത്ത ആളുകളാണ് ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദുര്യോഗം. അവിടെ ഇരിക്കുന്ന രാഷ്ട്രീയക്കാരനായാലും ശരി, വ്യവസായി ആയാലും ശരി. ഇപ്പോൾ സ്പോർട്സ് അസോസിയേഷൻസ് എടുക്കാം. ഈ ചെറിയ ചെറിയ കായിക വിനോദങ്ങളെ പോലും പ്രോത്സാഹിപ്പിക്കത്തക്ക വിധത്തിൽ സ്പോർട്സ് അസോസിയേഷൻസ് ഉണ്ട്. ഈ സ്പോർട്സ് അസോസിയേഷനുകൾക്ക്, നല്ല സ്പോർട്സ് അസോസിയേഷനുകൾക്ക് ഈ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ കാര്യമായ എത്ര പരിഗണന കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇതൊരു വലിയ ദുര്യോഗമാണ് കേരളത്തിൽ. ഞാൻ പ്ലേ ടു വിൻ എന്ന് പറയുന്നൊരു ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ആ ക്ലബ്ബ് നല്ല കായിക താരങ്ങളെ, അതായത് ഷട്ടിൽ ബാഡ്മിൻ്റൺ രംഗത്ത് നല്ല കായിക താരങ്ങളെ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുക്കത്തക്ക വിധത്തിലാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലബിൻ്റെ ചുമതലക്കാരൻ, അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് MJ മോഹനചന്ദ്രനാണ്. അതേ ഒരു കാലത്ത് PV സിന്ധുവിൻ്റെ കോച്ചായിരുന്നു. ദ്രോണാചാര്യ അവാർഡിൻ്റെ നോമിനിയായിരുന്നു. അപ്പോൾ അതിൻ്റെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളിനെ എടുക്കൂ. പിന്നെ അദ്ദേഹം എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. ഈ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ കണ്ട് നല്ല കായിക താരങ്ങളെ കണ്ടെത്തി, നല്ല ഷട്ടിൽ ബാഡ്മിൻ്റൺ താരങ്ങളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങളെല്ലാം കൂടി ഈ പ്ലേ ടു വിൻ ക്ലബ്ബ് രൂപീകരിച്ചിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കൂടിയ ജില്ലാ ഷട്ടിൽ ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ യോഗം, ആ യോഗത്തിലേക്ക് ഞങ്ങൾ ഒരു പ്രതിനിധി അയച്ചു. ശ്രീ മോഹനേന്ദ്രനെയാണ് ഞങ്ങൾ അയച്ചത്. അദ്ദേഹത്തെ അതിനകത്ത് പ്രവേശിപ്പിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹം പറഞ്ഞൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല എന്ന് പറഞ്ഞത്. എന്താ കാര്യം? എന്താ അദ്ദേഹത്തെ അതിനകത്തുള്ളൊരു കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുമ്പോഴേ, നമ്മൾ ഒരു രംഗത്ത് ഇറങ്ങുന്നു, കളിയിൽ ജയിക്കുന്നവരും തൂക്കുന്നവരും ഫുട്ബോൾ മാച്ച് കഴിഞ്ഞാൽ പിന്നെ അവരൊന്നാണ്, അവർ പ്ലെയേഴ്സ് മാത്രമാണ്, അല്ലേ? ഫുട്ബോൾ മാച്ച് കഴിഞ്ഞാൽ അവർ പ്ലെയേഴ്സ് മാത്രം. രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരുടെയും പറയുന്നത് എന്താണ്? നിങ്ങൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇലക്ഷൻ കഴിഞ്ഞു, അതോടുകൂടി തോറ്റ സ്ഥാനാർത്ഥിയും ജയിച്ച സ്ഥാനാർത്ഥിയും ജനസേവനത്തിന് മുന്നോട്ട് വരണം എന്നല്ലേ പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരം ഒരു സ്പിരിറ്റ് നമുക്കില്ലല്ലോ. അവിടെ സംഭവിച്ചത് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, മോഹനചന്ദ്രനെ അതിനകത്ത് പങ്കെടുപ്പിക്കുന്നതിനെ നിരുത്സാഹപ്പെടുന്ന, എതിർക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. ഇതേ മോഹനേന്ദ്രനെ എതിർക്കുമ്പോഴേ, എന്തിനാണ് മോഹനേന്ദ്രനെ എതിർക്കുന്നതിൻ്റെ ഒരു ഗ്രൗണ്ട് വേണ്ടേ? മോഹനേന്ദ്രൻ്റെ വ്യക്തിപരമായ വിരോധം കൊണ്ടാണ് എതിർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് മെറിറ്റിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ രംഗത്ത് അദ്ദേഹം ചെയ്ത സേവനങ്ങളുടെ ഒക്കെ മാറ്റി വെച്ചിട്ട് വ്യക്തിപരമായി എതിർക്കും. അതാണ് ഞാൻ പറഞ്ഞത്, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഈ രംഗത്ത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ മോഹനചന്ദ്രനെ ഞങ്ങളുടെ ക്ലബ്ബിൽ അംഗമായതുകൊണ്ട് അദ്ദേഹത്തിനെ പങ്കെടുപ്പിക്കുന്നതിന് ഈ ജില്ലാ തലത്തിലുള്ള ജില്ലാ ഷട്ടിൽ ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ ഭാരവാഹികൾ എതിർക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളെ വിവരം അറിയിക്കുന്നില്ല. ഈ മീറ്റിംഗ് കൂടുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ഈ പ്ലേ ടു വിൻ ക്ലബിനെ അറിയിക്കുന്നില്ല. ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ്, എനിക്കൊരു ഇൻറ്റിമേഷൻ കിട്ടുന്നില്ല, വാട്സപ്പിലോ പോസ്റ്റലോ ഒന്നും ഒരു ഇൻറ്റിമേഷൻ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പങ്കെടുപ്പിക്കാത്ത സാഹചര്യം വന്നപ്പോൾ ഞാൻ കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തു. ഹൈക്കോടതി പറഞ്ഞു, ഈ ക്ലബിൻ്റെ, അതായത് പ്ലേ ടു വിൻ, അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, പ്ലേ ടു വിൻ എന്ന് പറയുന്ന ക്ലബിൻ്റെ പ്രതിനിധിയെ പങ്കെടുപ്പിക്കണം. ഞാൻ പ്ലേ ടു വിന്നിനെ പ്രതിനിധീകരിച്ച് കേസിന് പോയ ഒരാളാണ്. ഒരു പ്രതിനിധിയെ പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കായിക രംഗത്ത്, ഈ രംഗത്ത് ഷട്ടിൽ ബാഡ്മിൻ്റൻ്റെ രംഗത്ത് പരിചയമുള്ള പരിണിതപ്രജ്ഞനായ മോഹനേന്ദ്രനെ അയക്കുന്നത്. അതുകൊണ്ടാണ് മോഹനേന്ദ്രനെ അയച്ചത്. പക്ഷേ മോഹനേന്ദ്രനെ വ്യക്തിപരമായ വിദ്വേഷത്താൽ അവിടെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർക്കാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാതെ വന്നത്. അവർ വിശാലമായി ചിന്തിച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ഇത്തരത്തിൽ വ്യക്തി വൈരാഗ്യത്തോടു കൂടി ഈ വിഷയങ്ങളെ സമീപിച്ചാൽ ഭാവിയിൽ വളർന്നു വരേണ്ട കായിക താരങ്ങളെ ഇവരെങ്ങനെയാണ് വളർത്തിയെടുക്കുക? കാരണം ഈ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷത്തോടു കൂടി ആൾക്കാരെ സമീപിച്ചാൽ നല്ല കോച്ചുമാരുണ്ടാവില്ല, നല്ല കോച്ചുമാരുണ്ടായില്ലെങ്കിൽ നല്ല കായിക താരങ്ങളുണ്ടാവില്ലല്ലോ. നാണം മറയ്ക്കാൻ ഒരു ഒളിമ്പിക്സ് മെഡലെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു സമയമാണിത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കൂടുതൽ മെഡലുകൾ നേടാൻ പറ്റുക ഇത്തരത്തിലൊരു സമീപനമാണെങ്കിൽ? അല്ല, അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇത്തരം അസോസിയേഷനുകൾ ക്ലബ്ബുകളോടുള്ള ചിറ്റമ നയം മാറ്റണം. നല്ല ക്ലബ്ബുകളെ അവർ പ്രോത്സാഹിപ്പിക്കണം, നല്ല കോച്ചുമാരെ അവർ പ്രോത്സാഹിപ്പിക്കണം. നല്ല കായിക താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് ഒരു വിവേചനവും വരുത്, രാഷ്ട്രീയം, ജാതി, മതം ഒന്നും വരുത്. അല്ലാതെ തന്നെ ആളുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കണം. അതിനൊരു മൈൻഡ് സെറ്റ് വരണം. അതിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ്. അതിൻ്റെ പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ പ്ലേ ടു വിൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലബിന് വന്നിട്ട് കാര്യമില്ല. ജില്ലാ തലത്തിൽ അവർക്ക് ഷട്ടിൽ ബാഡ്മിൻ്റൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ, അവരല്ലേ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി ഞങ്ങളെക്കൊണ്ട് ഉൾക്കൊള്ളേണ്ടത്. നിർഭാഗ്യവശാൽ അവർ ഉൾക്കൊള്ളുന്നില്ല. ഹരീഷിൻ്റെ കാര്യം ചെയ്താൽ മതി. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പോയ ശ്രീ MJ മോഹനേന്ദ്രനുണ്ട്.
മോഹനേന്ദ്രനോട് തന്നെ നേരിട്ട് ചോദിക്കുക. തീർച്ചയായും. അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന തിക്തമായ അനുഭവങ്ങൾ എന്താണെന്ന്. കായിക രംഗത്ത് നിൽക്കുന്ന ആളുകൾ മാത്രമല്ല, കേരളത്തിലെ സ്പോർട്സ് മന്ത്രി അറിയണം, സ്പോർട്സ് കൗൺസിൽ അറിയണം, ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് അറിയണം. ഇത്തരം കാര്യങ്ങൾ നിർഭാഗ്യവശാൽ വീണ്ടും ആവർത്തിക്കപ്പെടരുത്. ഇതൊരു നിർഭാഗ്യമാണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു കാര്യമായതുകൊണ്ടും വസ്തുതയായതുകൊണ്ട്, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ശ്രീ ഹരികൃഷ്ണൻ ഈ കാര്യത്തെക്കുറിച്ച് മോഹനേന്ദ്രൻ്റെ വിശദീകരണം തേടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും അദ്ദേഹത്തെ വിളിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.